ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മന്ത്രിസഭ, അതായത് മൂന്നാം മോദി മന്ത്രിസഭ കഴിഞ്ഞ 2 തവണത്തെയും പോലെ ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു മന്ത്രിസഭയല്ല. നിരവധി പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഇത്തവണയുള്ളത്. എല്ലാവരുമായി ചേർന്ന് ഭരിക്കുക എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു കാര്യമാണ്. എന്നാൽ ജനാധിപത്യ രീതിയിൽ അങ്ങനെയാണ് വേണ്ടത്. ഈ മന്ത്രിസഭയിൽ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹനുമാനാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച നേതാവാണ് ചിരാഗ് പാസ്വാൻ. ഇപ്പോഴിതാ ചിരാഗ് പാസ്വാനിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു. ബി.ജെ.പിയുടെയും നരേന്ദ്രമോദിയുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു അഭിപ്രായം. അടുത്ത കാലത്ത് ലാറ്ററൽ എൻട്രി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും എൻ.ഡി.എയിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ. അതേ രീതിയിൽ മറ്റൊരു അഭിപ്രായവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. തൻ്റെ കേന്ദ്രമന്ത്രിസ്ഥാനം 1 മിനിറ്റിനുള്ളിൽ വലിച്ചെറിയാൻ താൻ തയ്യാറാണ് എന്നാണ് ചിരാഗ് പറയുന്നത്. പാട്നയിലെ എസ്.കെ. മെമ്മോറിയൽ ഹാളിൽ പാർട്ടിയുടെ SC/ST സെൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് അഭിപ്രായവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. ഞാൻ ഏത് സഖ്യത്തിലായാലും ഏത് മന്ത്രി പദവിയിലായാലും ഭരണഘടനയും സംവരണവും നിലനിൽക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്ന ദിവസം വരെ മാത്രമേ അവയ്ക്കൊപ്പം കാണുകയുള്ളൂ. അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ എൻ്റെ പിതാവ് മന്ത്രിസ്ഥാനം രാജിവെച്ചതുപോലെ ഞാനും ഇതങ്ങ് വലിച്ചെറിയുമെന്നാണ് ചിരാഗ് പറഞ്ഞത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ ദിവസം മുതൽ തന്നെ ചിരാഗ് പാസ്വാൻ തൻ്റെ വ്യത്യസ്തമായ മനോഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. ചിരാഗും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പല വിഷയങ്ങളിലും എൻ.ഡി.എയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. രാഹുലിന് ദീർഘവീക്ഷണമുള്ള നേതാവാണെന്നും അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടെന്നും ചിരാഗ് അടുത്തിടെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 2 കോട്ടാ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ ചിരാഗ് എതിർത്തിരുന്നു. എൻ.ഡി.എയുടെ ഘടകകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയുടെ സ്ഥാപകൻ ജിതിൻ റാം മഞ്ചി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ കോടതിയുടെ തീരുമാനത്തെ പിന്തുണച്ച സമയത്താണ് ചിരാഗ് വ്യത്യസ്തമായ നിലപാടുമായി രംഗത്തെത്തിയത്. അതുപോലെ തന്നെ ലാറ്ററൽ എൻട്രി വിഷയത്തിലും എൻ.ഡി.എയിൽ നിന്ന് ചിരാഗ് വിമത ശബ്ദം ഉയർത്തി. കേന്ദ്ര സർക്കാരിൽ ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർ തലത്തിൽ ഒഴിവുള്ള 45 തസ്തികകൾ ലാറ്ററൽ എൻട്രി വഴി നികത്താൻ UPSC വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെതിരെ ചിരാഗ് പാസ്വാൻ തുറന്നടിച്ച് രംഗത്തെത്തി. പിന്നീട് ഈ പരസ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ UPSCക്ക് കത്തയക്കുകയായിരുന്നു. കോട്ടാ വിഷയത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ഓഗസ്റ്റ് 21 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. നിലവിൽ മോദി മന്ത്രിസഭയുടെ ഭാഗവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഈ ബന്ദിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് മോദി ഉൾപ്പെടെയുള്ളവരെ ഞെട്ടിച്ചിരുന്നു. SC/ST സംവരണത്തിൻ്റെ അടിസ്ഥാനം സാമ്പത്തിക അസമത്വമല്ലെന്നും തൊട്ടുകൂടായ്മ പോലുള്ള ദുരാചാരമാണെന്നും ശക്തമായി വ്യക്തമാക്കിക്കൊണ്ടാണ് ചിരാഗ് ആ സമയത്ത് രംഗത്തെത്തിയത്. അതുപോലെ തന്നെ ജാതി സെൻസസ് വിഷയത്തിലും കേന്ദ്ര സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ചിരാഗിൽ നിന്ന് വന്നിരുന്നു. റാഞ്ചിയിൽ നടന്ന തൻ്റെ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ ജാതി സെൻസസ് എന്ന ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ടാണ് ചിരാഗ് എത്തിയത്. ജാതി സെൻസസ് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞിരുന്നു. പലതവണ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ജാതിയെ മുൻനിർത്തിയാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ആ ജാതിയുടെ ജനസംഖ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിന് ഉണ്ടായിരിക്കണമെന്നും ചിരാഗ് അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, വഖഫ് ബിൽ വിഷയത്തിലും തങ്ങളുടേതായ അഭിപ്രായം പ്രകടിപ്പിച്ച വ്യക്തിയാണ് ചിരാഗ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടി വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളെക്കുറിച്ച് സംസാരിച്ചു. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴിതാ തൻ്റെ നിലപാടിലൂന്നി പുതിയ പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണഘടനയും സംവരണവും നിലനിൽക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്ന ദിവസം വരെ മാത്രമേ താൻ ബി.ജെ.പിക്കൊപ്പം കാണുകയുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ചിരാഗ്. അതായത് ഇനി എങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബി.ജെ.പിയുടെ നെഞ്ചെടുപ്പ് കൂട്ടേണ്ടി വരും എന്ന് തന്നെയാണ് ചിരാഗ് പാസ്വാന്റെ ഈ അഭിപ്രായത്തിലൂടെ ഉയർന്നുവരുന്ന സൂചനകളും. ചിരാഗ് പാസ്വാന്റെ ഈ പുതിയ പ്രസ്താവന ബീഹാർ തെരഞ്ഞെടുപ്പിലെയും എൻ.ഡി.എയിലെയും അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിരാഗ് പാസ്വാൻ എൻ.ഡി.എയിൽ പ്രതിസന്ധി നേരിടുകയാണെന്ന് ബീഹാറിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഓം പ്രകാശ് ആഷ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ചിരാഗ് എൻ.ഡി.എയുമായി ചേർന്ന് പോകാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബീഹാറിൽ എൻ.ഡി.എയുമായി സഖ്യത്തിലായിരുന്നിട്ടും ചിരാഗിന് പ്രത്യേകിച്ചൊന്നും നേടാനായില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. നിലവിൽ കേന്ദ്രമന്ത്രിയാണ് ചിരാഗെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്നത് ബീഹാർ രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ 1 മിനിറ്റിനുള്ളിൽ മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനെക്കുറിച്ചാണ് ചിരാഗ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ
ബീഹാർ രാഷ്ട്രീയത്തിൽ ബീഹാർ മുഖ്യമന്ത്രിക്കായുള്ള മത്സരം നടക്കുന്നുണ്ട്. എൻഡിഎയുടെ മുഖമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ മാത്രമാണ് ഉയർത്തക്കാട്ടപ്പെടുന്നത്. അവിടെയാണ് ചിരാഗ് കലാപം ഉയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്. വ്യക്തമായ സന്ദേശമാണ് ചിരാഗ് നൽകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ അംഗീകരിക്കുക, അല്ലെങ്കിൽ താൻ തൻ്റെ വഴി നോക്കുമെന്ന സൂചന. RJDയുടെ തേജസ്വി യാദവാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബീഹാറിൽ ഉയർത്തക്കാട്ടപ്പെടുന്നത്. അതേ സാഹചര്യത്തിൽ എന്തുകൊണ്ട് NDAയ്ക്കും ഒരു യുവമുഖം വന്നുകൂടാ എന്നുള്ളതാണ് ചിരാഗ് അനുകൂലികളുടെ ചോദ്യവും. ഒരർത്ഥത്തിൽ നിതീഷ് കുമാറിൻ്റെ കാരുണ്യത്തിൽ തന്നെയാണ് കേന്ദ്രത്തിലെ NDA സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ അടുത്ത കാലം വരെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് തന്നെ കാരണക്കാരനായ നിതീഷ് കുമാർ ഇപ്പോൾ അധികാരത്തിനു വേണ്ടി BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗമായി മാറുകയായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബീഹാറിലെ NDAയിൽ നിതീഷിന് ശക്തനായ ഒരു എതിരാളിയില്ല എന്നുള്ളതാണ്. നിതീഷ് കുമാറിനൊപ്പം എന്ന ലക്ഷ്യത്തോടെയാണ് ചിരാഗ് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത്. ദളിതുകളെയും മുസ്ലിങ്ങളെയും ചേർത്തുകൊണ്ട് പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തൻ്റെ പാർട്ടിയായ LJPRനെ എല്ലാവരുടെയും പാർട്ടി എന്നാണ് ചിരാഗ് വിളിക്കുന്നത്. ചിരാഗ് NDAയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ആവർത്തിച്ച് സ്വീകരിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെ. ചിരാഗിൻ്റെ സമീപകാല പ്രസ്താവനകൾ NDAയിലെ അതൃപ്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനും അതിൻ്റേതായ കാരണങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം. ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും LJPR എന്ന തൻ്റെ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ എത്തിക്കുകയാണ് ചിരാഗ് പാസ്വാൻ ലക്ഷ്യമിടുന്നത്. നാഗാലാൻഡിൽ തങ്ങൾക്ക് ഒരു MLA ഉണ്ടെന്നും ജാർഖണ്ഡിലെ 40 നിയമസഭാ സീറ്റുകളിൽ തങ്ങൾക്ക് നല്ല പിന്തുണയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇക്കാര്യങ്ങളും ചിരാഗിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായത്തിന് കാരണമായി കണക്കാക്കപ്പെടുന്നു. മറ്റൊരു കാരണം ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ജാർഖണ്ഡിൽ LJPRൻ്റെ ദേശീയ എക്സിക്യൂട്ടീവിൻ്റെ യോഗവും തുടർന്ന് ലത്തേഹാറിൽ റാലിയും നടന്നിരുന്നു. അടുത്തിടെ ധൻബാദിൽ ഒരു പൊതുയോഗത്തിൽ ചിരാഗ് സംസാരിക്കുകയും ചെയ്തിരുന്നു. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് LJPRൻ്റെ സംസ്ഥാന ഘടകവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയാണ് പ്രശ്നം. NDAയുടെ ഘടകകക്ഷിയായാണ് ചിരാഗ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതെങ്കിലും സംസ്ഥാനത്ത് NDA പുറത്തിറക്കിയ പട്ടികയിൽ LJPRൻ്റെ പേരില്ല. JDUവും AJSUവും ചേർന്ന് BJP സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു. പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് പട്ടിക പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, പ്രസ്താവന നടത്തുകയും ചെയ്തത് ചിരാഗിനെയും പാർട്ടിയെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇതിനിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയാകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പശുപതി പരാസ് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പറഞ്ഞിരുന്നു. ചിരാഗ് പാസ്വാന്റെ ചെറിയച്ഛനും ചിരാഗുമായി പിണങ്ങി പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ആളുമാണ് പശുപതി പരാസ്, രാംവിലാസ് പാസ്വാന്റെ ഇളയ സഹോദരൻ. പശുപതിയുടെ പാർട്ടിയും NDAയുടെ ഭാഗമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള മണ്ഡലങ്ങൾ ഒഴിയാൻ പശുപതി പരാസിൻ്റെ പാർട്ടി തയ്യാറാകില്ലെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ NDAയിൽ ചിരാഗിൻ്റെ പാർട്ടിയുടെ കോട്ട കുറയും. അതും ചിരാഗ് പാസ്വാനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. 2020 JDUവിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി ചിരാഗ് പാസ്വാൻ ഇതിനകം തന്നെ തൻ്റെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ പാർട്ടി 134 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അതിൽ 3 ഡസനോളം സീറ്റുകളിൽ JDUവിൻ്റെ തോൽവിയുടെ മാർജിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടുന്നതിൽ ചിരാഗിൻ്റെ പാർട്ടി വിജയിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രകടനത്തിലൂടെ തൻ്റെ പാർട്ടി ഒറ്റയ്ക്ക് വിജയിക്കില്ലെങ്കിലും മറ്റൊരാളുടെ വിജയം തടയാൻ കഴിയുമെന്ന് ചിരാഗ് വ്യക്തമാക്കുകയായിരുന്നു. എന്തുകൊണ്ട് ചിരാഗ് പാസ്വാൻ NDAയിൽ നിന്ന് വേറിട്ട നിലപാടുകൾ സ്വീകരിക്കുന്നു? അതിന് പിന്നിലെ ഒരു തന്ത്രം എല്ലാ വഴികളും തുറന്നിടുക എന്നുള്ളത് തന്നെയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ തൂക്കുസഭയുടെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചിരാഗിൻ്റെ പാർട്ടി കിങ് മേക്കറുടെ റോളിൽ ഉയർന്നു വരികയും ചെയ്താൽ വിലപേശൽ നടത്തി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ വഴികളും തുറന്നിടുക തന്നെയാണ് മികച്ച തന്ത്രം. ബിഹാരി ഫസ്റ്റ് എന്ന മുദ്രാവാക്യം വിളിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പാർട്ടിയാണ് ചിരാഗിൻ്റേത്. ബീഹാറിൽ ശക്തി കാണിക്കേണ്ടത് ചിരാഗിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ താൻ ശക്തനായില്ലെങ്കിൽ ലോക്സഭയിലും അത്രയ്ക്കുള്ള വിലയെ തനിക്ക് കാണുകയുള്ളൂ എന്ന് ചിരാഗിന് നന്നായി അറിയാം.